അന്ന് മെസോപ്പൊട്ടോമിയെ പ്രതിരോധിച്ചവരാണ് ഇന്ന് ഇതേ നാടിന് നേരെ വെടിവെക്കുന്നത്. ചരിത്രം ചിലത് മായ്ക്കുകയും ചിലത് തേക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമാണ്. അവനവൻ്റെ കാര്യത്തിനും സംവിധാനത്തിനും വേണ്ടി ചിലപ്പോൾ മാരകമായിരിക്കുന്ന തെറ്റ് സ്വമേധയാ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു മനുഷ്യന് അല്ലെ ഒരു രാജ്യത്തിന് ഉണ്ടാവുക സ്വാഭാവികം. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കും എന്നൊക്കെയായിരുന്നു ചരിത്രം വിലയിരുത്തുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്നത് ഇറാഖും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തെക്കുറിച്ചാണ്. 2003 കാലഘട്ടത്തിൽ ആണത്. സദാം ഹുസൈൻ ഇറാഖ് ഭരിക്കുന്ന ആ കാലഘട്ടത്തിൽ കുവൈറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്ക സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് ഇറാഖിനെതിരെ യുദ്ധം ചെയ്യുന്നു. 2003 മാർച്ച് മാസം 20-ാം തീയതിയാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. സഖ്യസേനയിൽ ഏകദേശം 32ഓളം രാജ്യങ്ങളുണ്ടായിരുന്നു. അമേരിക്കൻ സഖ്യസേനയും ഇറാഖിനെതിരെയുള്ള യുദ്ധത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റം ഉണ്ടാകുന്നു. 2003 ഏപ്രിൽ 9 ബാഗ്ദാദ് അമേരിക്ക പിടിച്ചടക്കുന്നു, അല്ലെങ്കിൽ നിയന്ത്രണത്തിലാകുന്നു. അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അഥവാ ബസ്ര വീണതോടുകൂടി ബാഗ്ദാദിലേക്ക് അമേരിക്കൻ സൈന്യം യാത്ര ചെയ്യുന്ന, അതായത് യുദ്ധത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷിന് മുമ്പാകെ ചില നിലപാടുകൾ സമർപ്പിച്ചു, അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്നൊരു പ്രത്യേകത ഉണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായിരിക്കുന്ന നാഗരികതകളിൽ ഒന്നാണ് മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. അത് ബാഗ്ദാദിലാണ്, ഇറാഖിലാണ്. അത് നമ്മുടെ സംസ്കാരമാണ്. ആരുടെ? അറേബ്യൻ സംസ്കാരമാണ്, മാനവ സംസ്കാരമാണ്, മുസ്ലിം സംസ്കാരമാണ്. നിങ്ങൾ അതിന് നേരെ വെടിവെക്കാൻ പാടില്ല. അത് ഞങ്ങളുടെ ഹൃദയത്തിന് വെടിവെക്കുന്നതിന് തത്തുല്യമാണ്. ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുവൈത്തിനോ അമേരിക്കക്കോ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നികത്താൻ തയ്യാറാണ്. ഭരണ സംവിധാനത്തിന് മാറ്റം വരുത്താനും ഞങ്ങൾ സഹകരിക്കാം. സദ്ദാം ഹുസൈൻ്റെ ഭരണ സംവിധാനത്തെ മാറ്റാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് അതിന് എതിർപ്പൊന്നുമില്ല, ഞങ്ങൾ അതിന് സഹകരിക്കും. സാമ്പത്തിക നഷ്ടം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പകരം എന്ത് ചെയ്യരുത്? ബാഗ്ദാദ് നിങ്ങൾ കീഴടക്കാൻ പാടില്ല, ഇറാഖിനെ നിങ്ങൾ വിഴുങ്ങാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? യുദ്ധം അവസാനിപ്പിക്കണം. കാര്യം അത് വിദേശ ശക്തികൾ അറേബ്യൻ സംസ്കാരത്തിന് നേരെ വെടിവെക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾക്കത് ഒരിക്കലും സഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അന്ന് പറഞ്ഞത്. അത് നമുക്കറിയാം. ബസ്ര വീണതിന് ശേഷം ബാഗ്ദാദിലേക്കുള്ള യാത്രക്കിടയിൽ, അതായത് ബാഗ്ദാദിലേക്കുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഒരു 15 ദിവസമെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അനുമാനം. ഇതൊക്കെ വലിയ ചർച്ചാ സംബന്ധമായ കാര്യത്തിലേക്ക് പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. പല വാഗ്ദാനങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കക്ക് മുൻപാകെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യം അന്ന് അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ല. അതിൻ്റേതായിരിക്കുന്ന കുറേ ന്യായങ്ങൾ ജോർജ് ബുഷിന് അന്ന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ വളരെ വേദനിച്ച, വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടം. നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ, ഇന്ന് 2026 സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് മാസത്തിലാണ്, ജൂലൈ ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഭവം, ഇതേ അമേരിക്കയുടെ സഹായത്തോടുകൂടി സൗദി അറേബ്യ ഇറാഖിനെ ആക്രമിച്ചു. ഇതേ മെസോപ്പൊട്ടോമിയൻ സംസ്കാരമുള്ള, നാഗരികതയുള്ള, അഭിമാനമുള്ള ആ ദേശത്തിന് നേരെ അമേരിക്കയെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരികമായിരിക്കുന്ന അഭിമാനം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മൾ തന്നെയാണ്. മെസോപ്പൊട്ടോമിയ നമുക്കറിയാം, അതൊരു ഗ്രീക്ക് പദമാണ്. മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് 2 നദികൾക്കിടയിലുള്ള നാട് എന്നാണ്. അഥവാ ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും
നദികൾക്കിടയിലുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാഖ് എന്ന് പറയുന്നത്. അന്ന് ഇറാഖ് എന്നല്ല അറിയപ്പെട്ടത്. അതായത് ഇറാഖ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നൊക്കെ ടൈഗ്രീസിൻ്റെ അല്ലെങ്കിൽ യൂഫ്രട്ടീസിൻ്റെ നദീതടം അല്ലെങ്കിൽ ആ പേരാണ്, അതൊരു രാജ്യം പോലെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അഥവാ സ്ഥാപിതം 3500 വർഷം മുൻപുള്ള കഥകളാണ് ഈ പറയുന്നത്. സുമേറിയൻ, അക്കാദിയർ, ബാബിലോണിയൻ, അസീറിയൻ എന്നീ സംസ്കാരങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു. ഇത്തരം ഭരണ സംവിധാനങ്ങളൊക്കെ അവിടെ ഭരണം നടത്തിയിരുന്നു. അന്ന് അറേബ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്ന ദേശം, അതായത് ഇറാഖ്, മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്നു. അവരുടെ സംസ്കാരം വളർന്നു, അവരുടെ രീതികൾ വളർന്നു, അവരുടെ ഭാഷ വളർന്നു. തുടർന്ന് ആ മേഖല അപ്പാടെ അറേബ്യൻ മേഖലയിൽ വന്നു. അതായത് ഇറാഖിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അറബികളാണ്. കുറഞ്ഞ ഭാഗം മാത്രമേ അറബികളല്ലാത്തുള്ളൂ. ഏകദേശം 65 മുതൽ 85% വരെ അറബികളാണ്. അവർ അറബ് ഭാഷയാണ് സംസാരിക്കുന്നത്. ഏറെക്കുറെ സൗദി അറേബ്യയുടെ ഭാഷയുമായിട്ട് അതിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. അതായത് പ്രൊനൗൺസിയേഷനാണ് പറയുന്നത്. നമ്മളിപ്പോൾ കോഴിക്കോട്ടുകാർ സംസാരിക്കുന്നതും കാസർഗോഡുകാർ സംസാരിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട്. കാസർഗോട്ടുകാർ സംസാരിക്കുന്നതും തൃശ്ശൂരും തിരുവനന്തപുരവും സംസാരിക്കുന്നതും തമ്മിൽ മാറ്റമുള്ളൂ. പറയുന്ന സമയത്ത് മലയാള ഭാഷയാണ്. അവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ കുറേ വാക്കർത്ഥങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇറാഖും സൗദി അറേബ്യയും നോക്കുന്ന സമയത്ത് ഏറെക്കുറെ സാമ്യമുണ്ട്. ഇറാഖ്, സൗദി അറേബ്യ, ഫലസ്തീൻ ഇവരൊക്കെ സംസാരിക്കുന്ന പ്രൊനൗൺസിയേഷനൊക്കെ ഏറെക്കുറെ തത്തുല്യമാണ്. എന്നാൽ ഈജിപ്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന് മാറ്റമുണ്ട്. സിറിയയിലേക്ക് എത്തുന്ന സമയത്ത് മാറ്റമുണ്ട്. വാക്കർത്ഥത്തിന് മാറ്റമുണ്ട്. സൗദി അറേബ്യയും UAE തമ്മിലുള്ള അറബ് സംസാരത്തിൽ തന്നെ പല വാക്കുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗത്തിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ട്. ഭാഷ അങ്ങനെയാണല്ലോ. എന്നാൽ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത്. ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയെ പോലെയുള്ള ഒരു വിദേശ ശക്തികൾ ഈ സാംസ്കാരിക മേഖലയ്ക്ക് നേരെ വെടിവെക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിന് വല്ലാത്ത രീതിയിൽ മുറിവേൽക്കും എന്ന് അന്ന് പറഞ്ഞവർ ഇന്നത് മറന്നുപോയി. ഇന്ന് ഒരു സഖ്യസേന രൂപീകരിച്ചു. സഖ്യസേന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാഖിൽ നിന്ന് സൗദി അറേബ്യക്ക് നേരെ ആക്രമണം ഉണ്ടായി. അത് ഷിയ മിലിഷ്യ വിഭാഗം, ഇറാനെ പിന്തുണക്കുന്ന വിഭാഗമാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് സൗദി അറേബ്യ ആരോപിച്ചു. പക്ഷേ ഇറാനെ സ്ഥിരീകരിച്ചിട്ടില്ല, ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മുമ്പ് അരാംകോന് നേരെ ആക്രമണം നടന്നത് ഇറാനാണെന്ന് പറഞ്ഞ സമയത്ത് ഇറാൻ അത് നിഷേധിക്കുകയും പിന്നീട് അന്വേഷണം നടത്തുകയും അത് ഇസ്രായേലാണ് എന്നൊരു അഭിപ്രായത്തിൽ എത്തുകയും ചെയ്തു. പരസ്യപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. പല ആക്രമണം, അതായത് ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ പല തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് പറയുന്ന സമയത്ത് ഇറാനാണെന്ന് പറയും. പലതും ഇസ്രായേലോ അതല്ലെങ്കിൽ അമേരിക്കയോ ആണ് ചെയ്തത്. അതായത് പ്രശ്നം വഷളാക്കാനും അറേബ്യൻ രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അവസ്ഥകൾ സ്വപ്നം കാണുന്ന രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും. ഏറെക്കുറെ അതിപ്പോൾ യാഥാർത്ഥ്യമായി. സൗദി അറേബ്യ രംഗത്തെത്തി. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട, ബാബുൽ മന്ദവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 14 രാജ്യങ്ങളടക്കമുള്ള ഒരു സഖ്യം രൂപീകരിച്ചു. 14 രാജ്യം സൈനികപരമായ രീതിയിൽ സഹായിക്കുമെന്ന് ഏറ്റിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും പിന്തുണ അറിയിച്ചിട്ടുണ്ട്, മാനസികമായിട്ടെങ്കിലും. അവർ സംയുക്തമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഹൂത്തികളെയോ അല്ലെ ഇറാനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവർക്കും വിശ്വാസമല്ല. അത് ഇറാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല, അത് മറ്റൊരു വശം. പക്ഷേ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി. സംവിധാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടത് അമേരിക്കയുമായി ചേർന്നുകൊണ്ട് സൗദി അറേബ്യ ഇറാഖിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. സൗദി അറേബ്യക്ക് ഒറ്റക്ക് ആക്രമിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് വലിയ രീതിയിലുള്ള സൈനികമായിരിക്കുന്ന ഒരു ബലവും ശക്തിയുമുള്ള ഒരു രാജ്യമായിട്ട് ഇപ്പം നിലനിൽക്കുന്നില്ല സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടത്തിന് ശേഷം. അതൊരു സംവിധാനമാണ്, ഒരു രാജ്യമാണ്, അതിൻ്റേതായിരിക്കുന്ന ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് എന്ന് മാത്രം. എന്തിന് അമേരിക്കയെ കൂട്ടി ഈ ബാബിലോണിയൻ സംസ്കാരത്തിനെതിരെ, ഈ ബാബിലോണിയൻ സംസ്കാരത്തിന് നേരെ വെടിവെക്കുന്നതിനെതിരല്ലേ അന്ന് ശക്തിയുക്തം വാദിച്ചത്. അമേരിക്കക്കാരെ നിങ്ങൾ വെടിവെക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിന് വെടിവെക്കുന്നതിന് തുല്യമാണ്. മാനവ സംസ്കാരം, മുസ്ലിം സംസ്കാരം, അറേബ്യൻ സംസ്കാരം, ഇതിൻ്റെ ഈറ്റിലെ ഭൂമിയാണ് ഇറാഖിലെ ബാബിലോണിയൻ എന്ന് പറയുന്നത്. അവിടേക്ക് നിങ്ങൾ ആക്രമണം നടത്താൻ പാടില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ അതേ ടീംസാണ് ഇപ്പോൾ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് സംയുക്തമായ രീതിയിൽ അതേ ദേശത്തിന് നേരെ ആക്രമണം നടത്തിയതെന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ചരിത്രം അല്ലെങ്കിൽ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പപ്പോൾ നടക്കുന്ന വർത്തമാന സാഹചര്യങ്ങളെ മാത്രം ആസ്പദമാക്കിയിട്ട് പറയുന്നതോ അല്ലെങ്കിൽ വിലയിരുത്തുന്നതോ ആയി ഏറെക്കുറെ ചുരുങ്ങിയിരിക്കുന്നു. അതല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ വരേണ്ടത്.
ഈ അമേരിക്കക്കാരെ നിങ്ങൾ മാറി നിൽക്കൂ, ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, തിരിച്ച് ആക്രമിക്കാൻ മാത്രം ബലവും ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് സൗദി അറേബ്യ നേരിട്ട് പോയിട്ട് ഇറാഖിനെ ആക്രമിച്ചാൽ ഒരു പരിധിവരെ ശരിയാണ് എന്നൊന്നല്ല, ന്യായീകരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അന്ന് എതിർത്ത അതേ ടീമിനെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതേ ബാബിലോണിയൻ സംസ്കാരത്തിന് നേരെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയോ അല്ലെങ്കിൽ വെടിവെക്കുകയോ ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് വല്ലാത്ത വേദന തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ആദർശങ്ങളും അടിസ്ഥാനങ്ങളും വിശ്വാസങ്ങളും ചിലപ്പോൾ മാറി നിർത്തേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന പാഠം എന്ന് ചുരുക്കം.